പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലാലേട്ടൻ്റെ പുതിയ ചിത്രം ഹൃദയപൂർവ്വം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ്റെ പുതിയ ചിത്രം ഏതാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ മുമ്പിലാണ് L365 എന്ന് പേരിടാത്ത ഒരു ചിത്രം ഇന്ന് ലാലേട്ടൻ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിലെ പുതുമുഖ സംവിധായകനാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ചിത്രത്തിൽ. അതൊരു നടനും കൂടിയായിരുന്നു അദ്ദേഹം. ഓസ്റ്റിൻ ഡാൻ തോമസ് എന്ന് പറയുന്ന നടൻ തന്നെയാണ് തല്ലുമാല, സൂപ്പറും പൗർണമിയും എന്നീ ചിത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനുവൽ സംവിധാനം ചെയ്ത അഞ്ചാം പാതിര എന്ന കുഞ്ചാക്കോ ബോബൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ അസോസിയേറ്റ് ഡയറക്ടറും കൂടിയായിരുന്നു ഈ ഓസ്റ്റിൻ ഡാൻ തോമസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനമാണ് ലാലേട്ടനുമായിട്ട്. ഈ പുതുമുഖ സംവിധായകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകതയല്ലേ, ലാലേട്ടനുമായിട്ട് തന്നെ ആദ്യത്തെ പടം സംവിധാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന അവസ്ഥയിലാണ്. അതുപോലെ പബ്ലിസിറ്റിക്കൊന്നും വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ലെവൽ അങ്ങ് മുകളിലേക്ക് എത്തുകയും ചെയ്യും. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം അധോഗതിയുമാണ്. അപ്പം പ്രതിഭാസമ്പന്നരായ സംവിധായകർക്ക്, എനിക്ക് തോന്നുന്നു പുതുമുഖ സംവിധായകർക്ക് ലാലേട്ടൻ്റെ ഒരു വേഷം, ഒരു കഥാപാത്രം കിട്ടുകയും അതൊക്കെ വൻ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള അവരുടെ ഒരു സ്വപ്നമാണ്. അതിനു വേണ്ടി അവർ പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലാലേട്ടൻ പുതുമുഖ സംവിധായകർക്ക് അവസരങ്ങൾ കൊടുത്തിട്ട് ഒത്തിരി നാളായി. ലാലേട്ടനെ പറ്റി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, പുതുമുഖ സംവിധായകർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല, മമ്മൂട്ടി ഇതേ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു മോഹൻലാൽ കൊടുത്തതെന്ന് പൃഥ്വിരാജിനാണ്, പുതുമുഖ സംവിധായകനായിരുന്നു. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത 3 ചിത്രങ്ങളും മോഹൻലാൽ തന്നെയായിരുന്നു നായകൻ. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പുതുമുഖ സംവിധായകന് അവസരം കൊടുക്കുന്നത്. നിർമ്മാണം ആശിഷ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആശിഷ് ഉസ്മാൻ അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കണ്ണാടിയുണ്ട്, വാഷ് ബേസിൻ്റെ മുകളിൽ ഒരു കണ്ണാടി, ബാത്റൂമാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ ഒരു പോലീസ് യൂണിഫോം ഉണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു പോലീസ് വേഷമാണ് മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ ഇത്. ഇനിയും അതുമല്ല, ഈ പോലീസ് വേഷത്തിന് വേറെ ഏതെങ്കിലും സംഭവമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നാളിന് ശേഷം പോലീസ് വേഷം കൈകാര്യം ചെയ്യുമ്പോൾ മോഹൻലാൽ താടി പിടിച്ച് അഭിനയിക്കേണ്ടി വരുമോ വരത്തില്ലയോ എന്നൊക്കെയുള്ളത് നമുക്കറിയാം. അത് യൂണിഫോമിൽ തന്നെയാണ്. ഇനിയും വില്ലൻ എന്ന കഥാപാത്രത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലായിരുന്നു, പക്ഷേ താടി പഠിക്കാതെ തന്നെയായിരുന്നു അഭിനയിച്ചത്. പക്ഷേ യൂണിഫോമിലൊന്നും വന്നിട്ടുമില്ല. ഗ്രാൻഡ് മാസ്റ്ററിലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് യൂണിഫോമിൽ വരുന്ന, അത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സമയത്തും സാധാരണ ഡ്രസ്സിൽ തന്നെയായിരുന്നു ലാലേട്ടൻ വന്നത്. അപ്പോൾ വളരെ നാളിന് ശേഷമാണ് ലാലേട്ടൻ പോലീസ് യൂണിഫോമിൽ എത്തുന്ന ഒരു വേഷം കൈകാര്യം ചെയ്യുന്നത്. ഈ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാകാനാണ് സാധ്യത. വെറും കോമഡി ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. രതീഷ് രവിയാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും. ഈ രതീഷ് രവി സംവിധാനം കഥയും തിരക്കഥയും ചെയ്ത മിക്കവാറും ചിത്രങ്ങളെല്ലാം തികഞ്ഞ പരാജയമായിരുന്നു. അല്പം ഭേദം എന്ന് പറയുന്ന ഇഷ്ക് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തിരക്കഥ പുള്ളിയായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ നിന്ന് ലാലേട്ടൻ്റെ ഡേറ്റിലുമൊക്കെ ചിത്രം വരുമ്പം അദ്ദേഹത്തിൽ നിന്ന് മികച്ച ഒരു തിരക്കഥ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ. അതുപോലെ എന്താ പറയുന്നത്, ഇതിൻ്റെ നിർമ്മാതാവ് ആശിഷ് ഉസ്മാൻ എന്ന് പറയുന്ന നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നിർമ്മാതാവിനെയൊക്കെ നമ്മൾ വളരെ അധികം എന്തോന്നായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളൊക്കെ നമ്മൾ നോക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ചിത്രം, നല്ല തിരക്കഥയാണോ തിരഞ്ഞെടുത്തത്, നല്ല സംവിധായകരെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ നോക്കും. അതും പ്രകാരം നോക്കുമ്പോൾ തല്ലുമാലയും അതുപോലെ അഞ്ചാം പാതിരയൊക്കെ നിർമ്മിച്ച വ്യക്തി തന്നെയാണ് ആശിഷ് ഉസ്മാൻ. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ ഓടും കുതിര ആടും കുതിര എന്ന് പറയുന്ന ഫഹദ് ഫാസിലിൻ്റെ ചിത്രം ഓണത്തിന് റിലീസ് ആകാതിരിക്കുന്നു. തരൺമൂർത്തിയുടെ
ടോർപിഡോ എന്ന ചിത്രവും അദ്ദേഹമാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ഒരു സിനിമയായി മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. വളരെ നാളിന് ശേഷം താടി പിടിച്ച മോഹൻലാലിനെ, പോലീസ് യൂണിഫോമിലുള്ള മോഹൻലാലിനെയൊക്കെ കാണാൻ വേണ്ടി ആരാധകർ ഇങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. അതുതന്നെയല്ല, പുതുമുഖ സംവിധായകൻ്റെ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ വളരെ നാളിന് ശേഷം അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ തിരക്കഥ മികച്ച തിരക്കഥ തന്നെയാകും എന്ന് തന്നെയാണ് നമ്മൾ ലാലേട്ടൻ അത് വായിച്ചൊക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാകാം ഡേറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഒരു പുതുമുഖ സംവിധായകൻ അങ്ങനെ ഡേറ്റ് കൊടുക്കത്തില്ല. അപ്പം മികച്ച ഒരു എൻ്റർടൈനർ ആകട്ടെ ഈ ചിത്രം എന്നുള്ളത് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം. ഈ ചിത്രം ഷൂട്ടിങ് ഈ കൊല്ലം തന്നെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കാം. മറ്റൊരു ചിത്രമാണ് മോഹൻലാലിൻ്റെ സത്യനന്ദിക്കാട് മോഹൻലാൽ ടീം ഒന്നിക്കുന്ന അവരുടെ 20ാമത്തെ ചിത്രം ആണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം. അതിൻ്റെ ഒരു പുതിയൊരു പോസ്റ്റർ പുറത്ത് വന്നു, 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ ആ ലാലേട്ടൻ്റെ ഒരു വൈബ്, പ്രത്യേക ചിരിയോടെ നിൽക്കുന്ന പോസ്റ്റർ പെട്ടെന്ന് വൈറലാകുകയും ചെയ്തു. അപ്പോൾ ഓണത്തിനാണ് ഈ ചിത്രം, ഓഗസ്റ്റ് മാസമാണ് ഈ ചിത്രത്തിൻ്റെ റിലീഫ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. സത്യനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സിനിമയാണ് കിട്ടാൻ പോകുന്നതെന്ന് ലാലേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പം ലാലേട്ടൻ്റെ ചിത്രങ്ങളെപ്പറ്റി എല്ലാവർക്കും വളരെയധികം മതിപ്പോടിപ്പം നിൽക്കുന്ന സമയമാണ്. കാരണം തുടരും എമ്പുരാനും ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. അപ്പം സത്യനന്ദിക്കാടിൻ്റെ കയ്യിൽ നിന്ന് ഏതുതരം കഥാപാത്രമായിട്ട് മോഹൻലാൽ വരും എന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലമുള്ള ചിത്രങ്ങളാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണോ അദ്ദേഹം ഒരുക്കുന്നത് എന്ന് ഏതായാലും സിനിമ കണ്ടതിന് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. പേരൊക്കെ പൊളിയായിട്ടുണ്ട്. ഹൃദയപൂർവ്വം പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു പേര് തന്നെയാണ് ഹൃദയപൂർവ്വം. നമ്മുടെ തുടരും എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആകർഷിക്കുന്ന ചിത്രമാണ്. ഇപ്പം മോഹൻലാലിൻ്റെ മോൾ അഭിനയിക്കുന്ന തുടക്കം, അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന പേരുകൾ തന്നെയാണ്. അതുപോലെ ഹൃദയപൂർവ്വം. അടുത്തത് ഓണം ആഘോഷിക്കാൻ വേണ്ടിയാണ് ഹൃദയപൂർവ്വം എത്തുന്നത്. ഓണം അടിച്ചു പൊളിക്കുക അല്ലേ. എൻ്റെ ഈ കൊല്ലം ഇറങ്ങുന്ന ചിത്രങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ചിത്രങ്ങളുണ്ട്. അതിലെത്രയൊക്കെ ചിത്രങ്ങൾ ഈ കൊല്ലം തന്നെ പ്രദർശനത്തിനെത്തും എന്ന് നമുക്കറിയില്ല. ഏതായാലും ഹൃദയപൂർവ്വം കാണും. പിന്നൊന്ന് കന്നഡ ചിത്രമാണ് ഋഷഭ. മഹേഷ് നാരായണൻ ചിത്രം ഈ കൊല്ലം കാണില്ല എന്ന് തോന്നുന്നു. പക്ഷെ ബബ്ബബ്ബ എന്ന ദിലീപ് മോഹൻലാലിൻ്റെ ചിത്രം ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജയിലർ 2 എത്താനുള്ള സാധ്യത കാണും. ജയിലർ 2ലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിരവധി ചിത്രങ്ങളുമായിട്ട് മോഹൻലാൽ ഇങ്ങനെ ബിസി മാനാണ്. അതിനിടയിലാണ് ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റിൽ വരുന്നത്. എല്ലാം കൊണ്ടും മോഹൻലാൽ തിരക്കാണ്. ഇതിനിടയിലാണ് പുതിയ ചിത്രത്തിൻ്റെ പ്രഖ്യാപനവുമായിട്ട് ലാലേട്ടൻ തന്നെ വരുന്നത്. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.